പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ അവിടെ നിന്നും ഒരു ഗ്രാമവാസി ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് ഒരു ഗൾഫ് കൺട്രിയിൽ ജോലിക്ക് പോയി. അപ്പോൾ ആ ഗ്രാമവാസികളെ സംബന്ധിച്ചോളം ആദ്യമായിട്ടാണ് അവിടെ നിന്നും ഒരാൾ വിദേശത്ത് അന്യ ഒരു രാജ്യത്തേക്ക് ചെല്ലുകയും അവിടെ ഒരു ജോലിക്കായിട്ട് പോവുകയും ചെയ്യുക എന്നൊരു അനുഭവം കർഷകരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഈ ഗ്രാമവാസികൾക്ക് അനുഭവമില്ല. ഏതായാലും ഗ്രാമവാസികളെല്ലാവരും കൂടി ചേർന്ന് ഈ ചെറുപ്പക്കാരന് യാത്രയയപ്പൊക്കെ നൽകി. അയാൾ വളരെ സ്നേഹപ്രകടനവും കരച്ചിലും ഒക്കെ ആയിട്ട് ഗൃഹാതുരത്വം ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ, അങ്ങനെ ഇയാൾ വിദേശത്ത് പോയി. തുടർന്ന് 3 വർഷം മറ്റോ കഴിഞ്ഞിട്ടാണ് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നപ്പോൾ ഗ്രാമത്തിന് മാറ്റമൊന്നുമില്ല. അതേ ഗ്രാമം, അതേ മനുഷ്യർ, അതേ സ്വഭാവം, അതേ വിശേഷം. പക്ഷെ ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാൾ വ്യത്യസ്തമായ നിറത്തിലെ ഉടുപ്പും പാൻറ്റും ഷൂ ഒക്കെ ധരിച്ച് ബെൽറ്റൊക്കെ ഇട്ട് ഈ പാൻറ്റിൻ്റെ അകത്ത് ഈ ഷർട്ട് ടക്ക് ചെയ്ത് വെച്ച് അങ്ങ് വളരെ പരിഷ്കാരിയായി. ഇയാളുടെ മട്ടും ഭാവവും വർത്തമാനവും എല്ലാം നേരത്തെ ഇയാൾ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നു എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥ. ഭയങ്കര ജാടയും എല്ലാം. അപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് ഇയാൾ പഴയ ചെറുപ്പക്കാരനാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഇയാളുള്ള വർത്തമാനവും, അപ്പോൾ ഇയാളുടെ മറുപടിയൊക്കെ ഇയാൾ എന്തോ ആയിക്കഴിഞ്ഞു, എന്തോ ആണ്, ഗ്രാമത്തെ മറന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം ഇയാളുടെ ഒരു സുഹൃത്ത് ഇയാളോട് ചോദിച്ചു, എടേ ആ സൂര്യനുണ്ടല്ലോ, മേളിൽ കാണുന്ന സൂര്യൻ എങ്ങനെയാ അവിടെ വിദേശത്ത് ആ ഗൾഫ് കൺട്രിയിൽ, ഗൾഫ് രാജ്യത്ത് സൂര്യൻ എങ്ങനെയാ, ഇവിടുത്തെ പോലെയാണോ അതോ അവിടെ വേറെ സൂര്യനാണോ, എങ്ങനെയുണ്ട് അവിടുത്തെ സൂര്യൻ? അപ്പോൾ ഇയാൾക്ക് ആകെ അവിടെ ചെന്നിട്ട് അറിയാവുന്നത് 3 ഇംഗ്ലീഷ് പദങ്ങളാണ്. അതിൻ്റെ അർത്ഥമൊന്നും ശരിക്കും അറിയത്തുമില്ല. യെസ്, നോ, താങ്ക് യു, ഇങ്ങനെയുള്ള 3 പദങ്ങൾ മാത്രമേ ഈ ചെറുപ്പക്കാരൻ ഗൾഫിലോട്ട് പോയി അവിടെ നിന്ന് ഇത്തിരി സ്വായത്തമാക്കിയത് ആകെ ഈ 3 ഇംഗ്ലീഷ് പദങ്ങളാണ് ഇയാൾ. അപ്പോൾ എന്തായാലും ഈ സുഹൃത്ത് ഇയാളോട് ചോദിച്ചു, അവിടുത്തെ സൂര്യൻ എങ്ങനെയാ? അപ്പോൾ ഇയാൾ പറഞ്ഞ്, ഇവിടുത്തെ കാട്ടിലും ബെസ്റ്റാണോ അവിടുത്തെ സൂര്യൻ? യെസ് എന്ന മറുപടിയാണ് ഈ ചെറുപ്പക്കാരൻ കൊടുത്തത്, പരിഷ്കാരിയായ ചെറുപ്പക്കാരൻ കൂട്ടുകാരനോട്. അപ്പോൾ ഇവിടുത്തെ കാട്ടിലും അവിടുത്തെ സൂര്യനാണോ നല്ലത് അതോ ഇവിടുത്തെ സൂര്യനാണോ നല്ലതെന്ന് വീണ്ടും ചോദിച്ചപ്പം ഇയാൾ അടുത്ത ചിന്തിക്കാതെയുള്ള മറുപടി നോ. അപ്പോൾ ഇതിന് ഈ കൂട്ടുകാരൻ എന്ത് ചെയ്ത്, അയാൾക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ അടിയും കൊണ്ട് താഴെ വീണു. എന്നിട്ട് അവൻ്റെ വേദനിച്ച കവിളിൽ തടവിക്കൊണ്ടിരിക്കുക, തറയിൽ ഇരിക്കുകയാണ് വീണിട്ട്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, വന്ന വഴിയും പോയ വഴിയും നീ മറക്കരുത്, ബോധം നശിക്കരുത്. ഓർമ്മയുണ്ടോ നിനക്ക്, നീ എവിടെ നിന്നാണ് പോയത്, നീ എന്താണെന്നുള്ളത്? അന്നേരം അവൻ പറഞ്ഞു, താങ്കു എന്ന്. ആരാ? ഈ വീണ് കിടക്കുന്നവൻ. അപ്പം ഇങ്ങനെ ആണ് മനുഷ്യർ. വന്ന വഴി, പോയ വഴി, കഴിഞ്ഞു പോയത് നാം സ്മരിക്കണം, ഓർക്കണം. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. അഹങ്കാരം മൂഢാത്മാക്കൾ എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. മൂഢന്മാരാണ് അഹങ്കരിക്കുക. എളിമ, വിനയം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നന്ദികേടിന് പ്രായശ്ചിത്തമില്ല. അപ്പോൾ ഗ്രാമീണരെല്ലാം കൂടി ചേർന്ന് പിരിച്ച് കൊടുത്ത കാശുകൊണ്ടാണ് ഇവൻ വിദേശത്ത് പോയത്. എന്തെങ്കിലും നന്ദി വേണ്ടേ, ഓർമ്മ വേണ്ടേ? അപ്പോൾ അതിന് അവൻ അടി കൊണ്ടത് നന്നായി എന്ന് മറ്റ് ഗ്രാമവാസികൾ ഇവനെ കളിയാക്കുകയും ചെയ്തു. അവൻ്റെ യെസ്, നോ, താങ്ക് യു